എന്തല്ല എല്ലാവർക്കും സുഖല്ലേ? അതെ, നമുക്കിന്ന് എൻ്റെ ഒരു സ്റ്റൈലിൽ നല്ല സ്പൈസി ആയിട്ട് ഇപ്പൊ ഉണ്ടാക്കിയല്ലോ. എങ്ങനാ ഉണ്ടാക്കിയല്ലേ? കൂടെ കുടിക്കാം, തുടങ്ങാം. അങ്ങനെ മുകളിൽ നിന്ന് വീണ ഇപ്പി ഞാൻ ഭദ്രമായിട്ട് പിടിച്ചിട്ടുണ്ട്. ബട്ട് തുറന്നു നോക്കിയപ്പോഴാണ് ഞാൻ ആ സത്യം അറിഞ്ഞത്. ഉള്ളിൽ ഒന്നേ ഉള്ളൂ. സാരല്ല, നമുക്കിടങ്ങ് ഉണ്ടാക്കാം. ഇനി അതിനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മുറിച്ചിടണം. അതിനുള്ള കട്ടിംഗ് ബോർഡ് വെച്ചു. ഇനി ചെറിയൊരു ട്രാൻസിഷൻ ആയാലോ. വലുതായിട്ടൊന്നുമല്ല കേട്ടോ, ചെറുതായിട്ട്. നമുക്ക് ഉള്ളി നല്ല പൊടിയായിട്ട് അങ്ങോട്ട് എരിഞ്ഞു വെക്കാം. അതങ്ങോട്ട് മാറി നിൽക്കട്ടെ അല്ലേ. ഇനി തക്കാളിയും കൂടെ നാക്കിയാലോ. ഒഞ്ഞൊട്ടിയിൽ തക്കാളി മാറ്റിപ്പോയതാ, അതിൻ്റെ പിന്നെ പച്ചമുളകും കൂടെ വന്നു. ഇനി എന്താ, പാൻ എടുക്കുക, എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായിട്ട് നമ്മൾ മുറിച്ചിരിക്കുന്ന ഉള്ളി അങ്ങോട്ട് തട്ടുക. ഉള്ളി തട്ടിക്കഴിഞ്ഞതിന് ശേഷം കുറച്ചൊന്ന് വാട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ മുറിച്ച് വെക്കുന്ന തക്കാളിയും പച്ചമുളകും ഇട്ട് നല്ലോണം അങ്ങോട്ട് വഴറ്റുക. ഉപ്പിടാൻ മറക്കല്ല കേട്ടോ. എന്നിട്ട് ഉപ്പൊക്കെ ഇട്ട് നല്ല രീതിക്ക് തന്നെ അത് വഴറ്റി കൊണ്ടുവരിക. ഇനി ഓറടക്കിടന്ന് നല്ലോണം അങ്ങ് വഴണ്ടോട്ടല്ലേ. നമുക്ക് ആ സമയം കൊണ്ട് നല്ലൊരു പാട്ട് കേട്ട് വന്നാലോ. കാരണം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, നമുക്കൊരു പാട്ടും കൂടി ആയാൽ അങ്ങോട്ട് സെറ്റാവും. നമ്മുടെ പാട്ടും ഡാൻസൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ നല്ലോണം വഴണ്ടിട്ടുണ്ട്. നമുക്കതിലേക്ക് മസാലപ്പൊടി ഇടാം. ഞാനിതിലെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കാശ്മീരി മുളക് പൊടി ഇടുന്നുണ്ട്, നോർമൽ മുളക് പൊടി ഇടുന്നുണ്ട്. അതിനുശേഷം ഇച്ചിരി ചിക്കൻ മസാല ഇട്ട് വെള്ളം ഒഴിച്ച് നല്ലോണം അങ്ങോട്ട് ചൂടാവാൻ വെച്ചു കേട്ടോ. അതിനുശേഷം നമ്മുടെ പാക്കറ്റ് മസാല പാക്കറ്റ് അങ്ങോട്ട് പൊട്ടിച്ചിട്ടിട്ട് അതിലേക്ക് നമ്മുടെ നൂഡിൽസ് അങ്ങോട്ട് നൂഡിൽസ് അങ്ങോട്ട് തട്ടി. ഇപ്പി എത്താത്തതുകൊണ്ട് ഞാനൊരു മാഗിയും കൂടി ആഡാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ആ നല്ലോണം വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ നമുക്ക് നല്ലൊരു 2 മുട്ട അങ്ങോട്ട് പൊട്ടിച്ചിട്ടാലോ. കാരണം മുട്ടയിടുമ്പോൾ നൂഡിൽസിന് വേറെ എന്നൊരു ടേസ്റ്റാണ്. ഇതെനിക്ക് ഒറ്റയ്ക്ക് തിന്നാനല്ല, നൈറ്റിൻ്റെ ഹസ്ബൻഡ് വരുമ്പോൾ ടേസ്റ്റ് ചെയ്യാൻ കൂടി കൊടുക്കണം. അതുകൊണ്ട് കേട്ടോ കുറച്ചധികം ഉണ്ടാക്കി വെക്കുന്നത്. അങ്ങനെ മുട്ടയൊക്കെ പൊട്ടിച്ചിട്ട് നല്ല രീതിയിൽ അതിൻ്റെ വെള്ളമൊക്കെ വറ്റാൻ വെച്ചു കേട്ടോ. നല്ലോണം ഇളകിയ നോക്കണം, സൂക്ഷിക്കണം. കാരണം എന്താ വെച്ചാൽ അടുക്കി പിടിക്കും. അങ്ങനെ നമുക്കത് ശരിയായി കിട്ടിയിട്ടുണ്ട്. പ്ലേറ്റിലേക്ക് തട്ടി. നല്ല സ്മെല്ലായിരുന്നു, ഒടുക്കത്തെ വിശപ്പുണ്ട്. നിങ്ങൾക്ക് കാണിച്ചു തന്നു, നിങ്ങൾക്ക് കൊതി പിടിപ്പിച്ചു. ഇനി ഞാൻ അങ്ങോട്ട് കഴിക്കട്ടെ. നല്ല ചൂടുണ്ട്, ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല എരിവുണ്ട് കേട്ടോ. അപ്പം എങ്ങനെയാ, ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടില്ലേ? എനിക്കിഷ്ടമായി. ബൈ ബൈ.